ഹലോ ഗൈസ്, കഴിഞ്ഞ ആഴ്ച വളരെ എന്താ പറയുക വളരെ സെൻസിറ്റീവായിട്ടുള്ള കുറേ പ്രോബ്ലംസ്, വളരെ പ്രശ്നങ്ങൾ പിടിച്ച ഒരു വീക്കായിരുന്നു കഴിഞ്ഞ വീക്ക്. അപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് പല പല പ്രശ്നങ്ങൾ സംസാരിക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ വളരെ ഇൻ്റലിജൻ്റായിട്ട് എന്താ പറയുക വളരെ ബുദ്ധിപരമായിട്ട് ലാലേട്ടൻ അത് കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് വേണ്ടത്. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ആയിരുന്നു. പ്രധാനമായിട്ടും ഷാനവാസിനെയും നിവിൻ്റെയും ഒക്കെ, അതുപോലെ ആദില നൂർ, ഇവരെല്ലാവരും കൂടിയുള്ള ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ചും നിവിൻ്റെയും ഷാനവാസിൻ്റെയും ആ ഒരു ഇതനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ രണ്ടുപേർക്കും ഏതെങ്കിലും രീതിയിൽ ഹേർട്ടാവും. അപ്പോൾ അത് പറയാതെ തന്നെ രണ്ടുപേരെയും വളരെ കൂളാക്കിക്കൊണ്ട് ലാലേട്ടൻ വിട്ടു. കാരണം ഇത് തന്നെയായിരുന്നു ആവശ്യം. നമ്മളാരെയും മാക്സിമം ഹേർട്ട് ചെയ്തത്. കാരണം രണ്ടുപേർക്ക് ലൈഫുണ്ട്. ഒരാളെ എന്തായാലും ഷാനവാസിന് ഒരു അനുഭവം ഉണ്ടായി. ഷാനവാസിന് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ നമ്മുടെ നിവിൻ പെരുമാറി. നിവിന് അത് പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതൊരു ധർമ്മസങ്കടമാണ്. കാരണം ഒരാളെ ഇഷ്ടം തോന്നി, ചിലപ്പോൾ തടവി കാണും, കെട്ടിപ്പിടിച്ച് കാണും, അതെന്തെങ്കിലും ആവട്ടെ. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ലാലേട്ടൻ വളരെ ലഘുവായിട്ട് അത് പരിഹരിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലാലേട്ടൻ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പലരും ചോദിക്കും ലാലേട്ടൻ എന്താണ് ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതല്ല, അങ്ങനെയാണ് വേണ്ടത്. കാരണം എല്ലാവരും മനുഷ്യൻസാണ് അല്ലേ, ഹ്യൂമൻ ബീയിങ്സ് ആണ്. മനുഷ്യന്മാർക്ക് തെറ്റുകൾ പറ്റാം. അതിനെല്ലാം റിഗ്രറ്റ് ചെയ്യും. അതിന് നമുക്ക് ഖേദം ഉണ്ടാവും. അതിന് ചിലവർ മാപ്പ് പറയും, ചിലവർ മാപ്പ് പറയത്തില്ല. ചിലവരുടെ കോംപ്ലക്സ് വരെ മാപ്പ് പറയാൻ സമ്മതിക്കത്തില്ല, ചിലവർ അംഗീകരിക്കാതിരിക്കും. പക്ഷേ അത് നമ്മൾ മൂന്നാമതൊരാൾ കാണുമ്പോൾ അവനെ വളരെ സമാധാനത്തോടു കൂടി അതങ്ങ് പ്രോബ്ലം സോൾവ് ചെയ്യിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ബ്രില്യൻസി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലാലേട്ടനെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. പിന്നീട് എന്താ പറയുക, നമ്മുടെ മനീഷിൻ്റെയും അക്ബറിൻ്റെയും ഒക്കെ ഒരു ക്യാപ്റ്റൻസി ടാസ്കും നോമിനേഷൻ പവറും ഒക്കെ എടുത്തു കളഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് അവരോട് സംസാരിച്ചു. അവർക്കൊരു ടാസ്ക് കൊടുത്തു. അതിൽ അക്ബറാണ് വിജയിച്ചത്. അനീഷിന് വിജയിക്കാൻ പറ്റിയില്ല. 2 അനീഷ് കറക്റ്റായിട്ട് ചെയ്തു. അക്ബർ പക്ഷേ 4 കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും അതിനകത്ത് ജയിച്ചത് കൊണ്ട് അക്ബറിന് പവർ തിരിച്ചു കിട്ടി. അനീഷിന് പക്ഷേ പവർ തിരിച്ചു കിട്ടിയില്ല. പിന്നീട് ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ കോയിൻസ് കിട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. 3 പേർക്ക് ഏറ്റവും നല്ല ബ്രില്യൻസ് പെർഫോമൻസിനുള്ള 3 പേരുടെയും കോയിൻസ്, റീഗൽ ജ്വല്ലറി കൊടുക്കുന്ന കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അങ്ങ് പോയി. പിന്നീട് ചോദ്യോത്തര പരിപാടി പോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു ബിഗ് ബോസിൻ്റെ സീസണിൽ ഉണ്ടാവുന്നതാണ്. ഇത് ചോദിച്ചു. അതിന് മുമ്പായിട്ട് അതിൻ്റെ ആ ഒരു ചോദ്യത്തിൽ ആദ്യം തന്നെ ചോദിച്ചത് മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രമാണ് ചോദിച്ചത്. അത് വിഗതകുമാരൻ അറിയാത്തവരൊക്കെ വളരെ മോശമായി പോയി. കാരണം വിഗതകുമാരനാണ് മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രം. മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമയെന്ന് പറയുന്നത് വിഗതകുമാരൻ. ശബ്ദമാന ചിത്രമാണ് ബാലൻ. ഇത് അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അനുമോൾ ആദ്യം എഴുന്നേറ്റ് അനുമോൾ പറഞ്ഞു ശബ്ദമെന്ന്. പിന്നീട് അനുമോൾ വിളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു നിങ്ങളോട് ചോദിക്കാതെ എന്തിന് ആൻസർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അനുമോളുടെ തോളയിൽ എപ്പോഴും കയറണമല്ലോ ലാലേട്ടനെ. പിന്നെ കറക്റ്റായിട്ട് ആൻസർ നമ്മുടെ അനീഷ് പറഞ്ഞു. അനീഷ് എല്ലാം പഠിച്ച ഒരാളാണല്ലോ. PSC എഴുതി ബാങ്ക് മാനേജറായിരുന്നു 10 വർഷം. അത് കഴിഞ്ഞ് ഇപ്പോഴും ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ട് ഒരു 5 ഇയേഴ്സ് ലീവ് എടുത്തിട്ട് ബിഗ് ബോസിലേക്ക് വന്ന ആളാണ്. പക്ഷേ ബിഗ് ബോസിലേക്ക് വന്നെങ്കിൽ ഇവർ പറയാത്തൊരു കാര്യമുണ്ട്. പാട്ട് ആരാണ് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ സോങ് എഴുതിയത് എന്നുള്ളത്. ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ സോങ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബിഗ് ബോസ് സീസൺ 7ലേക്ക് പോയി 7 വരെ ആയി. അപ്പോൾ നമ്മൾ പഠിക്കണം. സന്തോഷ് ശർമ്മയാണ് ബിഗ് ബോസിൻ്റെ വരികൾ എഴുതിയത്. അതുപോലെ തന്നെ പാടിയത് വിജയ് യേശുദാസാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ചു. അതാർക്കും അറിയത്തില്ലായിരുന്നു. അതെന്തായാലും ലാലേട്ടൻ പറഞ്ഞു. ആരെ പറഞ്ഞു വിജയ് യേശുദാസ് പാടിയതാണെന്ന്? അക്ബറാന്ന് തോന്നുന്നു. പാടിയത് അക്ബർ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നീട് ചോദ്യോത്തര പങ്ക്തിയിൽ ഒരുവിധം എല്ലാ ആൻസർ നമ്മുടെ അനീഷാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞത്. ആൻസർ എല്ലാം അറിയായിരുന്നു, മാക്സിമം എല്ലാം അറിയായിരുന്നു. ചോദിച്ചതിൻ്റെ ആൻസർ മുഴുവൻ പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ള ഡോക്ടർ ബിന്നി ഒരു രക്തം കട്ടപിടിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ കട്ട പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വൈറ്റമിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അതും ബിന്നി കിടന്ന് തപ്പും. എത്ര നേരം തപ്പിയെന്നറിയാം. നിങ്ങളൊരു ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നില്ല ലാലേട്ടന്. സത്യമാണ്, ബിന്നി ഒരു ഡോക്ടറാണോ? MBBS ചൈനയിലായാലും പഠിച്ചതല്ലേ, MBBS പഠിക്കാൻ പോയെന്നാണല്ലോ പറയുന്നത്. വൈറ്റമിൻ കെ എന്ന് ഞാനിവിടെ ഇരുന്ന് വിളിച്ചു പോകുന്നു. നാട്ടുകാർ അപ്പുറത്തെ വീട്ടിലെ ജംഗ്ഷന് കേട്ട് കാണും വൈറ്റമിൻ കെ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. വൈറ്റമിൻ കെയുടെ അഭാവം മൂലമാണ് രക്തം കട്ട പിടിക്കാതെ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റമിൻ കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടാവും. വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വൈറ്റമിനാണ്. വിറ്റാമിൻ സി എന്ന് പറയുന്നത് അഭാവം മൂലം സ്കർവി, അതാണ് റിക്കറ്റ്. വിറ്റാമിൻ ഡി ആണെങ്കിൽ റിക്കറ്റ്. ഇങ്ങനെയുള്ള വിറ്റാമിൻ എ എന്ന് പറയുന്ന നിശാന്തത, ഇങ്ങനെ നമ്മൾ വിറ്റാമിൻ ബി എന്ന് പറയുന്ന ബെറിബറി, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങളുടെ ഒരു വൈറ്റമിൻസിൻ്റെ അഭാവം മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലും ഒരു ഡോക്ടറായിട്ട് അറിയത്തില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് എല്ലാം കൂളായിട്ട് വിട്ടു. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഗസ്റ്റിനെ ഒന്ന് സ്വാഗതം ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും അന്തം വിട്ടു. അതിന് മുമ്പ് തന്നെ അനുമോളോട് വഴക്ക് പറഞ്ഞു. നിങ്ങളൊരു ഗസ്റ്റ് വന്നാൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. അയാൾ എന്നിട്ട് അടിക്കാൻ പോയിച്ചു എന്നൊക്കെ ചോദിച്ചു. എന്താണ് നമ്മുടെ അനുമോളുടെ പ്ലാച്ചി എടുത്തിട്ട് ഷിയാസ് എറിഞ്ഞതിനെ കുറിച്ചാണ് ചോദിച്ചത്. അനുമോൾ എന്ത് പറയാനാ,
അങ്ങനെ എന്തായാലും ഒരു ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ ഗസ്റ്റിനെ എല്ലാവരും സ്വാഗതം ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ല എന്താണ് സംഭവം. ഞാൻ വിചാരിച്ച് വൈൽഡ് കാർഡ് അങ്ങനെ വരുവാണെന്ന്, സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് വിചാരിച്ചു. കാരണം ഒരു വൈൽഡ് കാർഡ് വരുന്നുണ്ടെന്നുള്ളൊരു റൂമറുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാച്ചി അവിടെ കൊണ്ടുവന്ന് 2.0 എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ച് തലയിൽ ഒരു എന്താ പറയുക കുട പോലൊരു സാധനമൊക്കെ തൊപ്പിയൊക്കെ കുത്തി വെച്ചിട്ട് അവർ പ്ലാച്ചിയെ തിരിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര അനുമോൾക്ക് സന്തോഷമായി. ഇനി ഗെയിം അനുമോൾ പ്ലാച്ചിയും പിടിച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നു. എന്തായാലും നോക്കാം. അപ്പോൾ പ്ലാച്ചി എവിക്റ്റഡ് ആയില്ല, പ്ലാച്ചി തിരിച്ച് കയറി, പ്ലാച്ചിയെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അതൊരു പ്ലാച്ചി ഒരു കണ്ടൻറ്റായി കിടക്കുവാണല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ ആരാണ് എവിക്റ്റ് ആയെന്നുള്ളത് ഈ ആഴ്ച എവിക്റ്റ് കാണിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ റെന ഫാത്തിമ എവിക്റ്റ് ആയി കഴിഞ്ഞു, ഓൾറെഡി എവിക്റ്റ് ആയി കഴിഞ്ഞു. പിന്നീട് നൂറേന്ന് ഇരുത്തി, അതുപോലെ ബെന്നിയെ ഇരുത്തി, അതുപോലെ തന്നെ നിവിനെ ഇരുത്തി. അപ്പോൾ ഇവരെല്ലാം സേഫ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെയൊക്കെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അക്ബറില്ലല്ലോ, ആര്യനെ, ഷാനവാസിനെ, ലക്ഷ്മിയെ, അതുപോലെ റെനയെ, പിന്നെ ആദിലേനെ, സാബുമാനെ, ഇത്രയും പേരെ അവിടെ നിർത്തിയിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ പറയാം, നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു വെച്ചാൽ എൻ്റർടൈനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രണയലേഖനമൊക്കെ വായിച്ചു. പിന്നെ ജയിൽ നോമിനേഷനിൽ ഷാനവാസ് റെന എഴുതിയ പ്രണയലേഖനത്തിൽ ഏറ്റവും നല്ല 2 ലേഖനങ്ങളൊക്കെ വായിച്ചു. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുള്ളായിരുന്നു. അത്ര വലിയ ഫണ്ണാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇന്ന് വളരെ ശാന്തമായിട്ട്, വലിയ പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് കടന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ.